നമ്മോടൊപ്പം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ തന്നെ ചേരുന്നുണ്ട്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗവും സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. സർ നമസ്കാരം. ഇപ്പോൾ താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ, സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടതുപോലെ ഇതിൽ ഒരു ചർച്ച അത് അനിവാര്യമാണ്. ഒപ്പം യമനിലേക്ക് പോകാനുള്ള യാത്രാവിലക്ക് മാറ്റുക, ഈ രണ്ട് കാര്യവും സുപ്രീം കോടതിയിൽ നിന്നും ഒരു അനുഭാവപൂർവമായ ഒരു നടപടി വരും എന്ന് പ്രതീക്ഷിക്കാമോ? നമസ്കാരം. സ്വാഭാവികമായും അങ്ങനെ ഒരു സമീപനം തന്നെയാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഞങ്ങൾ നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ ഒരു ആറംഗ സംഘത്തെ അയക്കാൻ വേണ്ടിയുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകളെ ഞങ്ങൾ അഭിനന്ദിച്ചു. ഞങ്ങൾ അത് അക്കാര്യത്തെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തുടർ ചർച്ചകൾക്ക്, കാരണം സ്വാഭാവികമായും അവിടെ നയതന്ത്ര ബന്ധമില്ല എന്ന് സർക്കാർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ തുടർ ചർച്ചകൾക്ക് ഒരു സംഘത്തെ അയക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോ ആദ്യഘട്ടത്തിൽ അറ്റോർണി ജനറൽ അവിടെ നിമിഷയുടെ അമ്മയുണ്ട്, നിമിഷയുടെ ഇക്കാര്യങ്ങൾ നീക്കാൻ വേണ്ടി അമ്മ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിൽ നിമിഷയുടെ അമ്മ ഒരു ഡൊമസ്റ്റിക് വർക്കർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഭാഷാപരമായും ലോജിസ്റ്റിക്കിനുമായിട്ടുള്ള കുറെ പരിമിതികളുണ്ട് ഈ ചർച്ചകൾ നയിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഇനി കൂടുതൽ ഫലപ്രദമായ ചർച്ചകൾക്ക് വേണ്ടി ഒരു സംഘത്തെ അയക്കേണ്ടി വരുമെന്ന് പറയുകയും അക്കാര്യത്തിനകത്ത് ഈ ബെഞ്ച്, ഈ കേസ് പരിഗണിച്ച ബെഞ്ചിനകത്തുള്ള ഒരു ജഡ്ജി തന്നെ ആരുടെ ഇടപെടലുകളാണ് ഫലം കാണുക എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നുള്ള തരത്തിലുള്ള കമന്റുകൾ പാസാക്കിക്കൊണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനോട് കേന്ദ്ര സർക്കാരിന് ഒരു അപേക്ഷ നൽകാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ യാത്രാ വിലക്ക് നിലനിൽക്കുന്നതുകൊണ്ട് 2016 മുതൽ യാത്രാ വിലക്ക് നിലനിൽക്കുന്നതുകൊണ്ട് താൽക്കാലികമായി യാത്ര ചെയ്യാൻ വേണ്ടി അനുമതി നൽകാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ഇക്കാര്യത്തിനകത്ത് തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇതേ സംബന്ധിച്ച് ഒരു അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് കോടതി വളരെ പോസിറ്റീവായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പരിശോധിക്കാമെന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് അറ്റോർണി ജനറലും കോടതി മുമ്പാകെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വളരെ ഇന്നോ നാളെയോ ആയി തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള തീരുമാനമെടുത്ത് ആ കാര്യം അടിയന്തരമായി കേന്ദ്ര സർക്കാർ മുമ്പാകെ ഒരു അപേക്ഷയായി സമർപ്പിക്കും. അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി അക്കാര്യത്തിൽ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ. സാർ, നേരത്തെ തന്നെ കേന്ദ്രം ഇക്കാര്യത്തിൽ ഹർജി പരിഗണിക്കുമ്പോൾ പറഞ്ഞതാണ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും ഈ പറയുന്ന പോലെ സമയം നീട്ടി കിട്ടി എന്നതുകൊണ്ട് കേന്ദ്രത്തിന് ഇനി തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുമോ? നയതന്ത്രമായ ഒരു ഇടപെടൽ സാധ്യമാണോ ഇനി? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനിയും ഇടപെടലുകൾ സാധ്യമാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് ഇപ്പോഴും അവര് പലതരത്തിലുള്ള ഇടപെടലുകൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള അല്ലെങ്കിൽ ആദ്യ ദിവസം ഉണ്ടായതുപോലെയുള്ള ഒരു കൈകഴുകുന്ന സമീപനമല്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അവർ സാധ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഞങ്ങളുടെ ഒരു ഡെലിഗേഷൻ കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ, ഞങ്ങൾ നിർദ്ദേശിച്ചതുപോലെയുള്ള ഡെലിഗേഷൻ കൂടി എത്തിക്കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളെ കൂടുതൽ ഊർജിതമാക്കാൻ വേണ്ടി സാധിക്കും. ഇക്കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ഇപ്പോഴത്തെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ കാന്തപുരത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെയുള്ള കാര്യങ്ങൾ കൂടുതൽ നേരിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികളും അല്ലെങ്കിൽ ഇതിന്റെ പ്രതിനിധികളും ഉണ്ടാകുന്ന സമയത്ത് ഈ ദിയാദാലത്തെ സംബന്ധിച്ചൊക്കെ ഒരു അന്തിമ തീരുമാനമാകുന്ന സമയത്ത് ഈ പണം കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങളെ അക്കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കും. അപ്പൊ ഇത്തരത്തിൽ കുറെ കൂടി ഫലപ്രദമായ ഒരു ചർച്ചകൾ നടത്താൻ വേണ്ടി ഈ സംഘം അവിടെ എത്തിക്കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ളത് നല്ല ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഞങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അപേക്ഷ ഉടൻ തന്നെ നൽകും കേന്ദ്ര സർക്കാരിന്. സാർ, ഒരു സംശയം കൂടി, നിമിഷപ്രിയയുടെ കാര്യത്തിൽ മാത്രമാണോ ഇത്തരത്തിലൊരു അഭ്യൂഹങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ടല്ലോ? ചർച്ചകൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണം, അത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, മാധ്യമ വാർത്തകൾ, അത്തരത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഇതിന് പിന്നിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വ്യക്തികളും നിമിഷപ്രിയ ജീവിതത്തിൽ ഇന്നവരെ കാണുകയോ കേൾക്കുകയോ അവരുടെ കഥ നേരിട്ട് അറിയുകയോ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ നേരിട്ട് അറിയുകയോ ചെയ്യാത്ത വ്യക്തികൾ വരെ ഒരുതരം പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമായി, അതല്ലെങ്കിൽ ചില പ്രത്യേക താല്പര്യങ്ങളുടെ ഭാഗമായി, ഈ രണ്ടിന്റെയും ഭാഗമായി ഉള്ള ആളുകളാണ് ഈ നിമിഷപ്രിയക്കെതിരായുള്ള അല്ലെങ്കിൽ ഈ മിഷനെതിരായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ തെളിവുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് യമൻ സൊസൈറ്റിയിലുള്ള ആളുകളെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് പല രീതിയിലുള്ള പോസ്റ്റുകളും ഇടാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നുള്ളതിന്റെ തെളിവുകളൊക്കെ ഇന്നലെയും ഇന്നുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നിമിഷയെ രക്ഷിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളുടെ പുറകിൽ എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഒറ്റക്കെട്ടായി ഈ മിഷനോടൊപ്പം നിൽക്കണം. ഈ മിഷൻ നമുക്ക് ഒരുമിച്ച് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സാർ ഇപ്പോൾ എവിടെയാണുള്ളത്? ഡൽഹിയിലാണ്.
ഡൽഹിയിലാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഓഗസ്റ്റിലാണ് ഇതിനടുത്ത് പരിഗണിക്കുക. അപ്പോൾ എന്താണ് ഇനി അതുവരെയുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓഗസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഓഗസ്റ്റ് 14 എന്ന് പറഞ്ഞ തീയതി നൽകിയതാണ്. ഏത് അടിയന്തര സാഹചര്യത്തിലും ഒരു പെട്ടെന്ന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് കോടതി മുമ്പാകെ കേസ് മെൻഷൻ ചെയ്ത് എടുപ്പിക്കാവുന്നതാണ്. കോടതി ആ ഗൗരവത്തിൽ തന്നെ ഈ കേസിനെ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന, വാക്കാലുള്ള അഭ്യർത്ഥനയായിരുന്നു ഞങ്ങൾ നടത്തിയത്. ഇത്തരത്തിൽ പോകാൻ വേണ്ടി ഒരു ഡെലിഗേഷന് ഞങ്ങൾ രേഖാമൂലം ഒന്നും ഫയൽ ചെയ്തിട്ടല്ല ഇക്കാര്യം സുപ്രീം കോടതി അറിയിച്ചത്. അതുപോലും സുപ്രീം കോടതി വളരെ ഗൗരവമായി പരിഗണിക്കുകയും ഞങ്ങളോട് അനുഭവപൂർണ്ണമായ ഒരു നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ 14 എന്ന് പറയുന്ന ഒരു ഡേറ്റ് 14-ാം തീയതി മാത്രമേ കേസ് വരൂ എന്ന് പ്രതീക്ഷിക്കേണ്ട. അതിന്റെ മുമ്പ് ഏത് സമയത്തും ആവശ്യമായ ഘട്ടത്തിൽ ഇക്കാര്യം കോടതി മുമ്പാകെ ഞങ്ങൾക്ക് ഉന്നയിക്കാൻ വേണ്ടി സാധിക്കും. കോടതി ആ കേസ് അടിയന്തര ഘട്ടത്തിൽ പരിഗണിക്കുകയും ചെയ്യും. ശരി, വളരെ നന്ദി സാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു. ഏതായാലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.